ഹലോ പ്രിയ പ്രേക്ഷകരെ, നിങ്ങളുടെ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോസ് നിങ്ങൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാം, അതാണ് ഈ ഒരു വീഡിയോസ് പറയുന്നത്. ഓക്കെ, അപ്ലോഡ് എത്ര പഴയ വീഡിയോസ് ആയാലും അപ്ലോഡ് ചെയ്ത പഴയ വീഡിയോസ് യൂട്യൂബിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ പറയുന്നത്. പഴയ വീഡിയോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ഒക്കെ അതിൽ ഫേസ് ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലർ ചെയ്യിപ്പിക്കണം. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. എങ്കിൽ അത്തരത്തിലൊരു ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിലുണ്ട് എന്നുള്ളതാണ്. അറിയുന്നവർ ഒരുപാട് പേരുണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഈ വീഡിയോസ് പഴയ വീഡിയോസ് എങ്ങനെ വീണ്ടും എഡിറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോസ് ഇവിടെ പറയുന്നത്. പിന്നെ വലുതായിട്ടുള്ള ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭാഗം മുറിച്ച് കട്ട് ചെയ്യാം, അല്ലാതെ പിന്നെ ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ബ്ലർ ചെയ്യാം എന്നതൊഴിച്ച് ഫിൽറ്ററിങ് കാര്യങ്ങളൊന്നും നടക്കില്ല. ചെറിയ തോതിലുള്ള എഡിറ്റിംഗ് ഒക്കെയാണ് ഇവിടെ നടക്കുക. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആദ്യം നിങ്ങളുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങളുടെ കണ്ടൻറ്റ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വരും. നിങ്ങൾക്ക് ഏത് വീഡിയോസ് ആണോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് ആ വീഡിയോസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഞെക്കി കൊടുത്താൽ മതിയാകും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും ഒരു വീഡിയോസ് എടുക്കുകയാണ്. ഞാനിവിടെ ഒരു വീഡിയോസ് എടുത്തു. ഈ ഒരു വീഡിയോസാണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ടത് എന്ന് ഉണ്ടാക്കി. ഇവിടെ ഒരു കത്രികയുടെ ഒരു ചിഹ്നം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാനൊന്ന് വലുതാക്കി കാണിച്ചു തരാം. കാണുന്നില്ലേ, ഒരു കത്രികയുടെ ചിഹ്നം. ഈ കത്രികയുടെ ചിഹ്നത്തിൽ ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഓപ്ഷനുകളെല്ലാം ചെയ്യാൻ പറ്റും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഷോർട്ട് വീഡിയോസിന് ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഷോർട്ട് വീഡിയോസിന് ഇത് ചെയ്യാൻ കഴിയില്ല. രണ്ടാമത്തൊരു ഓപ്ഷൻ, ഇപ്പം ഞാൻ ഇവിടെ ക്രിയേറ്റ് വീഡിയോ എന്നുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് ഞെക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസും കിട്ടും. കണ്ടില്ലേ, ഇത് കറക്റ്റായിട്ട് നമുക്കിവിടെ അതിൻ്റെ ഫയൽ ഇവിടെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആകെ കിട്ടുന്ന ഓപ്ഷൻ എന്താണ്, ഇതുപോലെ ആ തലക്കും ഇങ്ങനെ കട്ട് ചെയ്ത് സെൻറ്ററിൽ നിന്നൊരു പീസോ സൈഡിൽ നിന്നൊരു പീസോ കട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. 2, നിങ്ങൾക്ക് ആളുകളുടെ ഫേസ് ബ്ലർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മറ്റെന്തെങ്കിലും ലിങ്ക് ആഡ് ചെയ്യണമോ, ഇതും പറ്റും. എന്നല്ലാതെ വലിയ തോതിലുള്ള ഒരു എഡിറ്റിംഗ് നിങ്ങൾക്ക് നടക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. മാത്രവുമല്ല, വേറൊരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ, ഇത് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ പലപ്പോഴും 1 മിനിറ്റോ 2 മിനിറ്റിലോ അല്ലെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിലോ ഇത് സേവ് ആവാൻ സാധ്യതയില്ല. ഇത് ചിലപ്പോൾ ചില സമയത്ത്, എപ്പോഴും ഇല്ല, ചില സമയത്ത് നിങ്ങൾക്കിത് ഒരു ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ എടുത്തേക്കാം. എങ്കിലും ഇതാണ് ആ ഒരു ഓപ്ഷൻ എന്ന് മനസ്സിലാക്കുക. ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് പറയുന്നു, വീഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് നിങ്ങൾ YT സ്റ്റുഡിയോ ക്രോം ബ്രൗസറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ടൻറ്റ് എന്നുള്ള ഭാഗം ഞെക്കുക. കണ്ടൻറ്റ് എന്നുള്ളത് നിങ്ങൾ കഴിയുമ്പോൾ ആ വീഡിയോയുടെ മുകളിൽ ഞെക്കുക. അത് ഉടൻ തന്നെ അടിയിൽ ഒരു കത്രികയുടെ ചിഹ്നം കാണും. കത്രികയുടെ ചിഹ്നം അത് എഡിറ്റിംഗ് വെർഷനാണ്. അവിടെ ഞെക്കുക. നിങ്ങളുടെ പരിപാടിയെല്ലാം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സേവ് എന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം ഇതായി കിട്ടുകയും ചെയ്യും. ഓക്കെ, പ്രിയപ്പെട്ടവരെ, എനിക്ക് ഒരു വീഡിയോസും ഇവിടെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു പോയിന്റ് കാണിച്ച് തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇവിടെ എല്ലാ ഓപ്ഷനുകളും ഇതുവരെ ചെന്ന് നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്ത് സേവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോസ് എഡിറ്റായി കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് തന്നെ കരുതട്ടെ. നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നുന്ന അടുത്തൊരു വീഡിയോസുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.